അപ്പോൾ പലിശ നിരക്ക് ഇങ്ങനെ കൂട്ടിയാലുള്ള അനന്തര ഫലം എന്താ? ദേശാൽകൃത ബാങ്കുകൾ പലിശ നിരക്ക് കൂടുമ്പോൾ എല്ലാ ബാങ്കുകളും കൂടും. ദേശാൽകൃത ബാങ്കുകളിൽ 10-15% ആകുമ്പോഴേക്കും സഹകരണ ബാങ്കിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, 18-20 നോക്കിയാ. പ്രൈവറ്റ് ബാങ്കുകളോ പറയാനുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, കേരളത്തിന് വെളിയിൽ കർഷകർ കൂടുതലും പണമെടുക്കുന്നത് സ്വകാര്യ ബാങ്കുകളിൽ നിന്നാണ്. കർഷകരെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ കൃഷി ചെയ്യുന്ന സ്വന്തം കൃഷിയിടത്തിലല്ല, പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലാണ്. ജന്മിനാട് സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് അവർ കൃഷി ചെയ്യും. അവർക്ക് പണം കൊടുക്കാൻ സ്വകാര്യ ബാങ്കുകളെ ഉണ്ടാവുകയുള്ളൂ. ഒരു പൊതുമേഖലാ ബാങ്കിലേക്ക് ചെല്ല്, മുന്നാധാരം, പിന്നാധാരം, അടിയാധാരം, എൻകംബറൻസ്, എന്തെല്ലാം കേസ് കിട്ടാന്നറിയാവോ? അതൊന്നും ഈ കർഷകനെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് അവൻ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അവിടെ ഡോക്യുമെന്റേഷൻ പ്രശ്നമില്ല. അവരൊരു സ്ഥലം നോക്കും, ഇവിടെ എല്ലാം കൃഷിയുണ്ട്, ആ ശരി, ഒരു എമൗണ്ട് അങ്ങ് കൊടുക്കും, പിന്നെ വീണ്ടും കൊടുക്കും വിളവെടുപ്പിന്റെ സമയത്ത് തിരിച്ചടയ്ക്കാനായിട്ട്. പലപ്പോഴും വിളവെടുപ്പ് പരാജയപ്പെടുന്നു, അവൻ ആകെ കടത്തിലാവുകയാണ്.